നിങ്ങൾ ഹെഡ്ഫോണുകളും ഇയർബഡ്സുകളും അമിതമായി ഉപയോഗിക്കുന്നവരാണോ? ഇവയുടെ അമിത ഉപയോഗം കേൾവി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഇവയുടെ തുടർച്ചയായ ഉപയോഗം ചെവിയിൽ എന്തെങ്കിലും വസ്തുക്കൾ കടത്തുക, വളരെ ഉച്ചത്തിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുക, ഇതെല്ലാം കേൾവി പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. മിക്ക ആളുകളും ഇയർബഡ്സുകളും സേഫ്റ്റി പിൻ, പെൻസിൽ, പേന തുടങ്ങിയവയൊക്കെ ചെവിയിൽ കടത്തി ബാഹ്യകർണത്തിന് കേടുപാടുണ്ടാക്കാറുണ്ട്. ഇത് കർശനമായും ഒഴിവാക്കണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജീവിതശൈലി ഘടകങ്ങൾ മൂലം ചെറുപ്പക്കാരിൽ കേൾവി തകരാർ വർദ്ധിച്ചു വരികയാണ്. അതാണ് പഠനത്തിൽ പറയുന്നത്. ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും ബാധിക്കുന്ന കേൾവി തകരാറിനെ ചാലക കേൾവി നഷ്ടമെന്നും, ആന്തരകർണത്തെയോ നാഡികളെയോ ബാധിക്കുന്ന കേൾവി തകരാറിനെ നാഡീ സംബന്ധമായ കേൾവിക്കുറവെന്നും തരംതിരിച്ചിരിക്കുന്നു. നിങ്ങൾ പതിവായി ചെവിയിൽ നിന്ന് വാക്സ് ചുരണ്ടിക്കളയാൻ ശ്രമിക്കാറുണ്ടോ? 80 മുതൽ 90% വരെ ആളുകളും ഇത്തരത്തിൽ ചെവി വൃത്തിയാക്കുന്നവരാണ്. എങ്കിൽ അത് ആവശ്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. വാക്സ് തനിയെ തന്നെ പുറത്തു പോയിക്കൊള്ളും. ആളുകൾ വാക്സ് കളയാൻ ശ്രമിക്കുമ്പോൾ അത് ഇയർ കനാലിലേക്ക് ആഴത്തിൽ കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് വേദനയും കേൾവി തടസ്സവും ഉണ്ടാക്കും. വാക്സ് അധികമായി അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ സ്വയം പരിഹാരം തേടാതെ ഒരു ENT വിദഗ്ധനെ കണ്ട് പരിശോധിക്കണം. ഇന്നത്തെ കാലത്ത് വളരെ ഉയർന്ന ശബ്ദത്തിൽ ഹെഡ്ഫോണുകളും ഇയർബഡ്സും വയ്ക്കുന്നത് ചെറുപ്പക്കാരിൽ കേൾവി തകരാറുകൾക്ക് കാരണമാകുന്നു. ഹെഡ്ഫോണുകളിലൂടെയും ഇയർപോഡിലൂടെയും തുടർച്ചയായി വരുന്ന ഉച്ചത്തിലുള്ള ശബ്ദം അത് കേൾവിക്ക് ക്ഷതം വരുത്തും. ഉയർന്ന ശബ്ദം ദീർഘകാലം കേട്ടതുമൂലം 40 വയസ്സ് മാത്രം പ്രായമുള്ളവർക്ക് കേൾവി തകരാറുകൾ കൂടുതലായി കാണുന്നുവെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. സംരക്ഷണം നൽകുന്ന ഇയർ മഫുകളോ ഇയർ പ്ലഗുകളോ ഉപയോഗിക്കണം. പതിവായി കേൾവി പരിശോധന നടത്തുന്നത് കേൾവി തകരാർ നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കും. രക്ഷിതാക്കൾ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ട് കുട്ടികളിലെ കേൾവി പ്രശ്നങ്ങൾ പലപ്പോഴും വൈകി മാത്രമാണ് തിരിച്ചറിയുന്നത്. കുട്ടികൾ ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നില്ലെങ്കിലോ, ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഞെട്ടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലോ, സംസാരിക്കാൻ വൈകുകയാണെങ്കിലോ രക്ഷിതാക്കൾ വൈദ്യസഹായം തേടണം. കേൾവിക്കുറവുള്ള കുട്ടികൾ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രയാസപ്പെടുകയോ, അധ്യാപകരോട് ഒന്നുകൂടി പറയാൻ തുടർച്ചയായി ആവശ്യപ്പെടുകയോ, ക്ലാസ് മുറികളിൽ മുൻബെഞ്ചിൽ തന്നെ ഇരിക്കാൻ താല്പര്യപ്പെടുകയോ ചെയ്തേക്കാം. കുട്ടികളിൽ താൽക്കാലികമായി കേൾവി നഷ്ടപ്പെടുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഗ്ലൂ ഇയർ. മധ്യകർണത്തിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത്. ജലദോഷം, അണുബാധ ഇവയ്ക്ക് ശേഷം ഇങ്ങനെ ഉണ്ടാകാം. 50 മുതൽ 60 ഡെസിബൽ വരെയുള്ള ശബ്ദം കേൾക്കാത്ത അവസ്ഥ വരും. സ്കൂളിൽ പഠിപ്പിക്കുന്നത് വ്യക്തമായി കേൾക്കാൻ കുട്ടികൾക്ക് പ്രയാസം അനുഭവപ്പെടും. മരുന്നിലൂടെ ഭേദമായില്ലെങ്കിൽ ചെറിയ സർജറിയിലൂടെ രോഗം ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ആളുകൾ, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർ, കൃത്യമായി ഇടവേളകളിൽ കേൾവി പരിശോധന നടത്തേണ്ടതാണെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. പ്രായമായവരും വളരെ ഉച്ചത്തിലുള്ള ശബ്ദവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും വർഷത്തിൽ ഒരിക്കൽ കേൾവി പരിശോധന നടത്തണം. ചെവിയിൽ വസ്തുക്കളൊന്നും കടത്താതിരിക്കുക, ഉച്ചത്തിലുള്ള ശബ്ദം അധികം കേൾക്കാതിരിക്കുക, കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക, ഇവയെല്ലാം ചെയ്യുന്നത് കേൾവി തകരാർ വരാതെ സംരക്ഷിക്കാം.